പ്രൈസ് ഗോഡ്. കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പ്രിയരെ, സ്നാനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചെറിയൊരു ചിന്ത നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്നാനം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനത്തോട് ഏകീഭവിക്കുന്ന ഒരു പ്രധാന വിഷയമാണ്. ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് പോകണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? വെറുതെ പോകുവാൻ കഴിയുമോ? ഒരിക്കലുമില്ല. പാസ്പോർട്ട്, വിസ, ടിക്കറ്റ് എന്നിങ്ങനെ എന്തെല്ലാം ഒരുക്കങ്ങൾ ആവശ്യമാണ്. ഇതുപോലെ ദൈവരാജ്യ പ്രവേശത്തിന് ആയിട്ടും ചില നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തിലെ നിയമങ്ങൾ പോലെ തന്നെ അവ വളരെ പ്രാധാന്യമുള്ളവയാണ്. സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് നമ്മെ രക്ഷിക്കുവാൻ വന്ന കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് അവയെല്ലാം പഠിപ്പിച്ച് മാതൃക കാട്ടിത്തന്നത്. ആയതിനാൽ വളരെ പ്രധാനമായ ഒരു കാര്യമാണ് സ്നാനം. ഈ യോഹന്നാൻ മാനസാന്തര സ്നാനം പ്രസംഗിച്ചുകൊണ്ട് യോർദാൻ തീരത്ത് നിൽക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് മനസ്സാക്ഷിയിൽ കുത്തുകൊണ്ടവർ ഓരോരുത്തരായി സ്നാനമേൽക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ആ പ്രസംഗത്തിനിടയിൽ വരുവാനിരിക്കുന്ന ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനം കഴിപ്പിക്കുമെന്ന് പ്രസംഗിച്ചു കൊണ്ടിരുന്നു. ഈ അവസരത്തിലാണ് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷകൾ ആരംഭിക്കുവാൻ സമയമായതിനാൽ സ്നാനമേറ്റ് എല്ലാവർക്കും മാതൃക കാട്ടുവാൻ യോഹന്നാൻ്റെ അടുക്കലെത്തി. എന്നാൽ യോഹന്നാൻ യേശുവിനെ വിലക്കി. നിന്നാൽ സ്നാനമേക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എൻ്റെ അടുക്കൽ വരുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ യേശു, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് പറഞ്ഞു. യോഹന്നാൻ എന്ന് സമ്മതിക്കുകയും യേശു യോഹന്നാൻ്റെ കൈക്കീഴിൽ യോർദാൻ നദിയിൽ സ്നാനമേൽക്കുകയും ചെയ്തു. യോഹന്നാൻ യോർദാനിൽ ധാരാളം വെള്ളം ഉള്ള സ്ഥലത്തായിരുന്നു സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്നത്. കാരണം വെള്ളത്തിൽ വ്യക്തിയെ മുഴുവനായും താഴ്ത്തിയായിരുന്നു സ്നാനം. അതിന് ധാരാളം വെള്ളം ആവശ്യമായിരുന്നു. യേശുവും അങ്ങനെ തന്നെയാണ് സ്നാനമേറ്റത്. യേശു സ്നാനമേറ്റ വെള്ളത്തിൽ നിന്ന് പൊങ്ങിയപ്പോൾ സ്വർഗം തുറന്നു ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യോഹന്നാൻ ഉൾപ്പെടെ മറ്റുള്ളവർക്കെല്ലാം ഈ സംഭവത്തെക്കുറിച്ച് ആശ്ചര്യകരമായി തോന്നി. എങ്കിലും യേശു എല്ലാവർക്കും ഒരു മാതൃകയായി തീരുകയായിരുന്നു. യേശുവിൻ്റെ സ്നാനത്തിനു ശേഷം യേശുവിനെ സ്നാനത്തെക്കുറിച്ച് തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ പോയി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. ഇത് സ്നാനത്തിൻ്റെ വ്യവസ്ഥകളിൽ പ്രധാനപ്പെട്ടവയാണ്. സ്നാനത്തിൽ മുഴുവൻ ശരീരവും വെള്ളത്തിൽ മുങ്ങിയായിരിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലുമായിരിക്കണം. മാത്രമല്ല, വിശ്വസിക്കുന്നവരെയാണ് സ്നാനം കഴിപ്പിക്കേണ്ടത്. പിൽക്കാലത്ത് ക്രൈസ്തവ സഭ സ്നാനത്തിന് വളരെ പ്രാധാന്യം നൽകി. ഇന്നും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ക്രിസ്തീയ സ്നാനത്തിൻ്റെ അർത്ഥം ഇതാണ്: യേശു ക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുദ്ധാനത്തോട് നാം ഏകീഭവിക്കുന്നു. അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളായി നാം സഭയോട് ചേരുകയും ചെയ്യുന്നു. നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് സ്നാനം. സ്നാനത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ വേദപുസ്തകത്തിൽ വളരെ വിശദമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൽ പ്രധാനമായും റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ സ്നാനത്തെക്കുറിച്ച് വളരെ വ്യക്തമായി വിശദീകരിക്കുന്ന ഒരു വേദഭാഗമാണ്. ഇത് ഞാൻ പറയുമ്പോൾ പല സഭകളിലും സ്നാനമെന്ന വിഷയത്തെ വ്യക്തവും ശുദ്ധവുമായി പറഞ്ഞു കൊടുക്കാതെ സ്നാനപ്പെട്ടാൽ സ്വർഗത്തിൽ പോകാം എന്ന് നിസ്സാരമായൊരു കൽപ്പനയല്ലാത്ത രീതിയിൽ ഒരു കാര്യം പോലെ പറയുന്നത് കൊണ്ട് ഇതിൻ്റെ ഗൗരവം പലർക്കും മനസ്സിലാകുന്നില്ല. ഈ ഗൗരവം മനസ്സിലാക്കാത്തത് കൊണ്ട് പലരും സ്നാനമേൽക്കാൻ തയ്യാറാകുന്നു. സ്നാനമേറ്റതിന് ശേഷമുള്ള ആത്മീക സന്തോഷത്തിൻ്റെ നിലവറ സ്വർഗത്തിലാണ് എന്നുള്ള ആ ആത്മീക സത്യത്തെ വ്യക്തമായ രീതിയിൽ സകല ദൈവദാസന്മാരും ദൈവമക്കളോട് വ്യക്തമായ രീതിയിൽ പറഞ്ഞറിയിച്ച് അവരുടെ